പൗരത്വ നിയമം പ്രകടന പത്രികയിൽ വെക്കാൻ സൗകര്യമില്ലെന്ന് കെ.പി.സി.സി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ. സിപിഐഎം പറയുന്നതനുസരിച്ച് പ്രകടന പത്രിക തയ്യാറാക്കാൻ പറ്റില്ലെന്നും എം ഹസൻ പറഞ്ഞു. ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ ദേശീയതലം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസിനോ UDF നേതാക്കൾക്കോ കഴിയുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ നിലയ്ക്കുള്ളൊരു വെല്ലുവിളി ഉണ്ടായ സാഹചര്യം എന്താണ്? തീർച്ചയായും കാവ്യ, ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനയും അത്തരത്തിലായിരുന്നു. കാരണം ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാൻ AICC നേതാക്കൾ മുതൽ ഇവിടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ വരെ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ CAA പിൻവലിക്കുമെന്നത് എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിന് അനുസരിച്ച് പ്രകടന പത്രിക തയ്യാറാക്കാൻ പറ്റില്ല എന്നും ഇത് AICC ആസ്ഥാനത്ത് തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് എന്നുള്ള മറുപടിയാണ് ഹസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അത് 8ാം പേജിൽ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വേദികളിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 8ാം പേജിൽ നോക്കിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളൊരു മറുപടിയാണ് അന്ന് VD സതീശൻ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 8ാം പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കാര്യങ്ങളും പരാമർശിച്ചിരുന്നില്ല എന്നുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ വ്യക്തമായിരുന്നു. വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CAA വിഷയത്തിൽ കൃത്യമായ നിലപാട് കോൺഗ്രസിന്റെ ഒരു നേതാക്കൾക്കും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് CAA-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തതിനുള്ള കാരണം കൂടി എന്നുള്ളത് തന്നെയാണ് ഓരോ നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, ശ്രീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.